Hi everyone, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എഡിബിൾ ഗ്ലിറ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ജലാറ്റിന് വെച്ചിട്ട് എഡിബിൾ ഗ്ലിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ഇല്ലാതെ തന്നെ എഡിബിൾ ഗ്ലിറ്റർ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലിക്വിഡ് കളറാണ് കേട്ടോ റെഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റാസ്ബെറി റെഡാണ് ഇത് കളർ. ഈ കളറാണ് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കാറുള്ളത്. നല്ലൊരു കളറാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺഫ്ലവർ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ഇവിടെ കുറുക്കി എടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലുള്ള ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് പേപ്പർ ഷീറ്റാണിത്. അതിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തിന്നായിട്ട് ഈ ഒരു ഷീറ്റിൽ പരത്തി കൊടുക്കാം. ഇതുപോലത്തെ 2 ഷീറ്റിൽ ഞാനിവിടെ പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ക്ലീൻ റാപ്പിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജലാറ്റിന് വെച്ചിട്ട് മുന്നേ ചെയ്തിട്ടുള്ളത് ക്ലീൻ റാപ്പിൽ നിന്ന് ഈസി ആയിട്ട് നമുക്കത് കിട്ടിയിരുന്നു. ഇതും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കവർ ഉണ്ടെങ്കിൽ, കട്ടിയുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പിന്നെ ഞാൻ ഇതെടുത്ത് ഒന്ന് വെയിലത്ത് വെച്ചു കേട്ടോ. വെയിലത്ത് വെച്ച് ഒരു അരമണിക്കൂർ വെയിലത്ത് വെക്കുമ്പോഴേക്കും ഇത് ഷീറ്റിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വിട്ടുപോരും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ശരിക്കൊരു പ്ലാസ്റ്റിക് കവർ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ റാപ്പിൽ വെച്ചത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ചെറുതായിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ വലിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ജലാറ്റിന് വെച്ച് ചെയ്തത് ഇതിനേക്കാളും പെട്ടെന്ന് ക്ലീൻ റാപ്പിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്രക്ക് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മുടെ OHP ഷീറ്റിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. അതുപോലെ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിന്നൊക്കെ പെട്ടെന്ന് കിട്ടും. ജലാറ്റിന് വെച്ച് ചെയ്തത് ഇതുപോലെ തന്നെ നല്ല ക്ലിയറായി ക്ലീൻ റാപ്പിലും കിട്ടിയിരുന്നു. അപ്പോൾ കോൺഫ്ലവർ വെച്ച് എഡിബിൾ ഗ്ലിറ്റർ ചെയ്യുന്നത് OHP ഷീറ്റിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോ ഒക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ക്ലീൻ റാപ്പിൽ അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സാവധാനം കിട്ടും. ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ അടർന്നു പോരുന്നില്ല. ചെറുതായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുറച്ച് സമയം പിടിക്കും അതിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ OHP ഷീറ്റോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാവും നല്ലത്. ജലാറ്റിന് വെച്ചിട്ടുള്ളത് നല്ല കറക്റ്റായിട്ട് തന്നെ ക്ലീൻ റാപ്പിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജലാറ്റിന് വെച്ച് ചെയ്തതിനേക്കാളും പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിച്ചെടുക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ കോൺഫ്ലവർ വെച്ചിട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഡിബിൾ ഗ്ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്